Hi all, welcome to another episode of Shruti's Learning Square. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസിൻ്റെ തന്നെ പാർട്ട് 2 ആണ്. അപ്പോൾ പ്രിപ്പോസിഷൻ 1 എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണോ? ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും പ്രിപ്പോസിഷൻസ് 1 പാർട്ട് കാണണം, എന്നിട്ട് പാർട്ട് 2 കാണാം കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 വേഗം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് എമംഗ് ബിറ്റ്വീൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനു സിറ്റ്സ് ഡാഷ് അനിത ആൻഡ് ഗീത. അനു സിറ്റ്സ് ഡാഷ് അനിത ആൻഡ് ഗീത. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ഡാഷ് ദി സ്റ്റുഡൻസ്. ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ഡാഷ് ദി സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് വൺ, ഹീ ഡിവൈഡഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് 3 brothers. He divided his property dash his 3 brothers. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ബിറ്റ്വീൻ അല്ലെങ്കിൽ എമംഗ് ആണ്. ഇനി ബിറ്റ്വീൻ ആണോ എമംഗ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു റൂള് പറയാം. അപ്പോൾ ആ റൂള് കേട്ടതിന് ശേഷം നമുക്ക് ക്ലിയർ ആവും ബിറ്റ്വീൻ ആണോ എമംഗ് ആണോ എന്നുള്ളത് കേട്ടോ. റൂൾ നമ്പർ 1, 2 പേരാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ആണ്. അതേസമയം 2 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എമംഗ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? 2 പേരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ആയിരിക്കും. 2 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എമംഗ് ആയിരിക്കും. അതേപോലെ തന്നെ 2 കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. 2 കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ തന്നെയായിരിക്കും. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ഈ മുമ്പത്തെ എക്സാമ്പിൾസ് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനു സിറ്റ്സ് ഡാഷ് അനിത ആൻഡ് ഗീത. അനു സിറ്റ്സ് ഡാഷ് അനിത ആൻഡ് ഗീത എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആൻസർ ബിറ്റ്വീൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അനിതയും ഗീതയും. അപ്പോൾ 2 പേരായതുകൊണ്ട് നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുക? ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ഡാഷ് ദി സ്റ്റുഡൻസ്. ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ഡാഷ് ദി സ്റ്റുഡൻസ്. ആൻസർ എന്താ വരിക? എമംഗ് ആണ് വരിക. എന്താ കാര്യം? ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് എമംഗ് ദി സ്റ്റുഡൻസ്. കാരണം 2 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവും, സ്റ്റുഡൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ എമംഗ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഡിവൈഡഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് 3 brothers. ഹീ ഡിവൈഡഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് 3 brothers. എന്താണ് ആൻസർ വരിക? ഇവിടെ 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റിനകത്ത് 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇവിടെ ബിറ്റ്വീൻ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ യൂസ് ചെയ്യും. അങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എമംഗ് യൂസ് ചെയ്യും. അതായത് 2 കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എമംഗ് ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫിക് ആയിട്ട് ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ റൂൾ നമ്പർ 1 പറയണത് 2 ആൾക്കാരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ആയിരിക്കും. 2 കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എമംഗ് ആയിരിക്കും. പക്ഷേ 2 കൂടുതൽ തന്നെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബിറ്റ്വീൻ യൂസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എമംഗും ബിറ്റ്വീനും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ക്ലോക്ക്, കലണ്ടർ അങ്ങനെയുള്ള ഡിവൈസൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 8 o'clock ഡാഷ് മൈ വാച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് 8 o'clock ഡാഷ് മൈ വാച്ച്. ഓപ്ഷൻസ് വരുന്നത് ഓൺ, ബൈ, ത്രൂ, ഇൻ. ഓൺ, ബൈ, ത്രൂ അല്ലെങ്കിൽ ഇൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31st is holiday dash this calendar. 31st is holiday dash this calendar. Option on, by, through, in. On, by, through, in. Third question, it is 10 o'clock dash my watch. I mean it is 10 o'clock dash my clock. It is 10 o'clock dash my clock. Option വരുന്നത് on, by, through, in. ഇനി നമുക്ക് കൺസെപ്റ്റിലേക്ക് കിടക്കാം. ക്ലോക്ക്, വാച്ച്, കലണ്ടർ. ക്ലോക്ക്, വാച്ച്, കലണ്ടർ. ഇതിലേതെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ബൈ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതായത് അപ്പോൾ ഈ 3 കേസിലും, അതായത് ക്ലോക്കിലാണെങ്കിലും വാച്ചിലാണെങ്കിലും കലണ്ടറിലാണെങ്കിലും 3 കേസിലും നമുക്ക് എന്തർത്ഥമാണ് വരുന്നത്? അക്കോർഡിംഗ് ടു എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈ യൂസ് ചെയ്യാൻ കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും.
First question, it is 8 o'clock dash my watch. It is 8 o'clock dash my watch. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം it is 8 o'clock according to my watch എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. it is 8 o'clock according to my watch എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? by യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? 31st is holiday dash this calendar. 31st is holiday dash this calendar. ഇവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് by ആയിരിക്കും. കാര്യം എന്താ? according to this calendar 31st is holiday. ഇങ്ങനെയല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് എന്തായിരിക്കും? by ആയിരിക്കും. അപ്പോൾ according to എന്നുള്ള ഒരു മീനിങ് വരുന്ന ഏത് സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യണത് എന്തായിരിക്കും? by ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. it is 10 o'clock dash my clock. it is 10 o'clock dash my clock. ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്? by ആണ്. കാര്യം എന്താ? according to my clock it is 10 o'clock. ഇതാണല്ലോ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? by യൂസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. there are 2 needles dash my watch. there are 2 needles dash my watch. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ആയിരിക്കും അല്ലേ? there are 2 needles in my watch. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ according to എന്നുള്ളൊരു മീനിങ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എൻ്റെ വാച്ചിനകത്ത് 2 നീഡിലുണ്ട്. ഇതല്ലേ എൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ അർത്ഥം നോക്കിയിട്ട് തീരുമാനിക്കുക കേട്ടോ. ഇന്നാണോ ഓണാണോ അതേസമയം ബൈ ആണോ എന്നുള്ളത്. അക്കോർഡിംഗ് ടു എന്നുള്ള മീനിങ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഏത് പ്രപ്പോസിഷനാണോ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ക്ലോക്ക്, കലണ്ടർ, വാച്ച് ഇങ്ങനെയുള്ള ഏത് വസ്തുക്കൾ വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യണത് ബൈ ആണ്. അർത്ഥം എപ്പോഴും ശ്രദ്ധിക്കുക. അർത്ഥം വരുന്നത് അക്കോർഡിംഗ് ടു ആണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണത് ബൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തത് ടൈം എക്സ്പ്രഷൻസ്. അതായത് മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്, മിഡ് നൈറ്റ്. മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്, മിഡ് നൈറ്റ്. ഇങ്ങനത്തെ കേസിൽ അതായത് ഇങ്ങനത്തെ വേർഡ്സിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്, മിഡ് നൈറ്റിനൊക്കെ മുമ്പിൽ ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ വരികയാണെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദ ആണ്. അപ്പോൾ അങ്ങനെ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. അതായത് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ നൈറ്റ് ഇങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ഇൻ യൂസ് ചെയ്യും. അതേസമയം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് യൂസ് ചെയ്യും. അറ്റ് മോർണിംഗ്, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്. അതേസമയം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ നൈറ്റ്, ഇൻ ദി ആഫ്റ്റർനൂൺ ഇങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എമങ്ങും ബിറ്റ്വീനും പഠിച്ചു. എമങ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 2 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എമങ് യൂസ് ചെയ്യും. അതേസമയം ബിറ്റ്വീൻ എവിടെ യൂസ് ചെയ്യുന്നത്? 2 ആൾക്കാരാണെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യും. പക്ഷേ 2 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യും. അതെപ്പോഴാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യും. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ക്ലോക്ക്, വാച്ച്, കലണ്ടർ. ക്ലോക്ക്, വാച്ച്, കലണ്ടർ ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബൈ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മോർണിംഗ്, ഈവനിങ്, നൈറ്റ്, മിഡ് നൈറ്റ്, ആഫ്റ്റർനൂൺ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇങ്ങനത്തെ ടൈം എക്സ്പ്രഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് യൂസ് ചെയ്യും. അതേസമയം ഇതിനൊക്കെ മുമ്പിൽ ദ എന്ന് പറഞ്ഞുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us celebrate the occasion dash our friends. let us celebrate the occasion dash our friends. എമങ് ആണോ യൂസ് ചെയ്യുക? ബിറ്റ്വീൻ ആണോ യൂസ് ചെയ്യുക? അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് നിങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.